വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത മാലിന്യങ്ങൾ സംസ്കരിച്ച് ഇന്ധനമാക്കാൻ കഴിയുന്ന RDF പ്ലാന്റുകൾ സ്ഥാപിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ പരീക്ഷണാടിസ്ഥാനത്തിലാണ് യന്ത്രങ്ങൾ സ്ഥാപിച്ചത്. തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷ് യന്ത്രങ്ങളുടെ ട്രയൽ റൺ നടത്തി. സംസ്ഥാനത്ത് ആദ്യമായാണ് മാലിന്യത്തിൽ നിന്ന് ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതികവിദ്യ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഉപയോഗിക്കുന്നത്. പുതിയതായി സ്ഥാപിക്കുന്ന പ്ലാന്റിൽ പ്രതിദിനം 1 ടൺ മാലിന്യം ഇന്ധനമാക്കി മാറ്റാനാകും. സ്മാർട്ട് സിറ്റി മിഷന്റെ നേതൃത്വത്തിൽ 1,86,00,000 രൂപ ചിലവിട്ടാണ് നഗരത്തിൽ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. സംസ്ഥാനത്തെ മറ്റു 4 പ്രധാന നഗരങ്ങളിൽ കൂടി മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. തിരുവനന്തപുരത്ത് സർക്കാർ പ്രത്യേകമായ താല്പര്യമെടുത്താണ് സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേഷന് ലഭ്യമാക്കിയത്. തിരുവനന്തപുരം കോർപ്പറേഷന് 2 എണ്ണം, അതുപോലെ കൊച്ചി കോർപ്പറേഷനും, അങ്ങനെ 4 എണ്ണം കേരളത്തിൽ ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിലാദ്യത്തേത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഇപ്പോൾ ഇന്ന് ട്രയൽ റൺ നടത്തിയത്. ഇത് ഒരു ട്രയൽ റണ്ണാണ്. ഇത് വിജയകരമായിട്ട് കണ്ടാൽ നമുക്ക് കുറച്ചുകൂടി വ്യാപകമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വേർതിരിക്കാനും പുനരുപയോഗിക്കാനും കഴിയാത്ത മാലിന്യങ്ങളെ സംസ്കരിക്കാൻ കഴിയും. പുകയോ മറ്റ് അവശിഷ്ടങ്ങളോ പുറന്തള്ളുന്നില്ല എന്നതും യന്ത്രത്തിന്റെ മികവാണ്. ചപ്പൽ, ബാഗ്, അതിനൊന്നും ആർക്കും ഒരു വഴിയുമില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ വേസ്റ്റും ഈ റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന കുറേ വേസ്റ്റും അങ്ങനത്തെയൊക്കെ വേസ്റ്റ് ഇട്ട് പ്രോസസ്സ് ചെയ്ത് ഈ ഫ്ലഫ് ആക്കി മാറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഫ്ലഫ് എന്ന് പറയുമ്പോൾ കൽക്കരിക്ക് തുല്യമായിട്ട് എനർജി നൽകുന്ന ഒരു സംഭവമാണ്. സിമന്റ് ഫാക്ടറികളിൽ കൽക്കരിക്കൊപ്പം ഉപയോഗിക്കാവുന്ന ഇന്ധനമാണ് പ്ലാന്റിൽ നിന്നും ഉപോൽപ്പന്നമായി ലഭിക്കുന്നത്. 24 തിരുവനന്തപുരം.